ഈ പ്ലേ സ്റ്റോർ ആണെങ്കിലും iOS ആണെങ്കിലും എങ്ങനെ ഒരു നല്ല ആപ്പാണ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണ് എങ്ങനെ ഒരു നല്ല ആപ്പ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഗൂഗിൾ തരുന്ന റിസൾട്ട് എന്തായിരിക്കും? നിങ്ങൾ ആപ്പിൻ്റെ ഡൗൺലോഡ്സ് നോക്കൂ, ആപ്പിൻ്റെ റേറ്റിംഗ് നോക്കൂ, റിവ്യൂ നോക്കൂ. മൊത്തം ഇത്ര ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ സേഫ് ആണെന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ധാരണ. തികച്ചും അത് തെറ്റാണ്. ഇപ്പോൾ ഏതൊരു ആളുടെ അടുത്ത് ചോദിച്ചാലും അവർ പറയാൻ പോണത് ഇതാണ്, ഡൗൺലോഡ്സ് കൂടുതലുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? ഒരുപാട് ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് സേഫ് അല്ലേ? റേറ്റിംഗ് ഉണ്ടല്ലോ, റിവ്യൂ ഉണ്ടല്ലോ എന്ന് പറയും. ഒരിക്കലും അത് നോക്കി ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മില്യൺ കണക്കിന് ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷൻസ് വരെയും ഈ അടുത്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ആളുകൾ പറയുന്നത് ആപ്പിൾ ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഹാക്ക് ചെയ്യപ്പെടില്ല, പക്ക സേഫ് ആണെന്ന് പറയും. അതും തെറ്റാണ്. ആപ്പിൾ സ്റ്റോറിൽ നിന്ന് iOS പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള ഈ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഡെയിലി എങ്ങനെ പോയാലും 2000 ആപ്ലിക്കേഷൻസ് എങ്കിലും നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. ആ നീക്കം ചെയ്യപ്പെടുന്നത് ആപ്പിൾ നീക്കം ചെയ്യണതല്ല, ഓരോ സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സും ആളുകളും ഇത് റിപ്പോർട്ട് ചെയ്യാണ്. ഇത് തട്ടിപ്പ് ആപ്പാണ്, ഈ ആപ്പ് ഇന്ന ഡാറ്റ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിയുമ്പോഴാണ് ആ പറഞ്ഞ പോലെ സംഭവങ്ങൾ നീക്കം ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, നമ്മളുടെ സൈബർ ഈ പറഞ്ഞ പോലെ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ 1930 വിളിച്ച് പരാതി കൊടുക്കുക.